ഗൃഹനിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ ഒരു വിദഗ്ധൻ്റെ ഉപദേശം തേടാതെ വീട് വയ്ക്കുന്നവർ ഇന്നത്തെ കാലത്ത് വളരെ ചുരുക്കമാണ്. അതൊരു ആർക്കിടെക്റ്റോ ഡിസൈനറോ എഞ്ചിനീയറോ ആരുമായിക്കൊള്ളട്ടെ, അദ്ദേഹത്തിൻ്റെ ഗൃഹനിർമ്മാണത്തെക്കുറിച്ചുള്ള ഒരു തത്വശാസ്ത്രം നമ്മളുടേതുമായി ചേർന്ന് പോകുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമ്മുടെ മനസ്സിലുള്ള വീടിൻ്റെ ഒരു ആശയം അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള സങ്കല്പവുമായി ചേരുന്നതാണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഗൃഹനിർമ്മാണം ഒരു ആസ്വാദ്യകരമായ പ്രക്രിയയായി മാറുകയുള്ളൂ. വീടിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്നിലുള്ള ലളിതാബായി ടീച്ചറുടെ വെള്ളോടത്തിൽ വീട്, പെയിന്റിംഗ് അടക്കം വെറും 5 ലക്ഷം രൂപയ്ക്ക് തയ്യാറായ ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ചേളാരിയിലുള്ള ബിൽഡിംഗ് ഡിസൈനേഴ്സിലെ ഡിസൈനർ KV മുരളീധരനാണ്. അദ്ദേഹത്തിന് 2014 പാർപ്പിടം അവാർഡ്സിൽ ബെസ്റ്റ് ഹോം അവാർഡ് നേടിക്കൊടുത്ത ഈ വീട് കാണാം ഇന്ന്. എക്സ്റ്റീരിയർ കളർ സ്കീമിൽ തെളിഞ്ഞു കാണുന്നത് ഒരു ഗ്രേ കളറും ഒപ്പം വെള്ള നിറവും പിന്നെ ഓടിൻ്റെ നാച്ചുറലായ ടെറാക്കോട്ട ഫിനിഷും. ഇതിനോടൊപ്പം വളരെ പ്രോമിനൻ്റ് ആയി നിൽക്കുന്ന ഒരു നിറം അല്ലെങ്കിൽ ഒരു ഫിനിഷ് എന്ന് പറയുന്നത് വുഡിൻ്റെ ഫിനിഷാണ്. പ്രധാന വാതിലിനും അതുപോലെ മുന്നിൽ പ്രധാനമായി നിൽക്കുന്ന ജനാലകളും ഒപ്പം പൂമുഖത്ത് വരുന്ന 2 പ്രോമിനൻ്റ് ആയ തൂണുകളും ഈ ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. 3 ലെവലുകളിലായിട്ടാണ് വീടിൻ്റെ റൂഫ് നിൽക്കുന്നത്. പൂമുഖം ഒരു ലെവൽ, അതിന് മുകളിലേക്ക് വീടിൻ്റെ മെയിൻ സ്ട്രക്ചർ മറ്റൊരു ലെവൽ, അതിൻ്റെ മുകളിൽ ഒരു സ്ലോപ്പ് റൂഫും കൂടി വന്നിരിക്കുന്നു. അവിടെ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്, ഒപ്പം ഗ്ലാസ് പെയിൻറ്റിംഗ് വർക്കുമുണ്ട്. വീടിൻ്റെ മെയിൻ സ്ട്രക്ചറിൻ്റെ ആ ഭാഗത്തോട് ചേർന്ന് ചുറ്റോട് ചുറ്റും തൂളിമാനം വർക്ക് കൊടുത്തിരിക്കുന്നു. ഇത് ഫെറോ സിമെൻറ്റിലാണ് ചെയ്തിരിക്കുന്നത്. സെന്റിലാണ് 555 സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ വീട് നിൽക്കുന്നത്. ഈ പ്ലോട്ടിന്റെ മുൻഭാഗത്ത് തന്നെ ഒരു ബ്യൂട്ടി സ്പോട്ട് എന്നതുപോലെ ഒരു കിണർ നിപ്പുണ്ട്. വീടിന്റെ മുന്നിലായതുകൊണ്ട് തന്നെ വീടോളം മൂടി പിടിപ്പിച്ച് തന്നെയാണ് കിണറും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ട്രൈബൽ പാറ്റേണിലുള്ള പെയിന്റിംഗ് ആണ് ഈ കിണറിന് കൊടുത്തിരിക്കുന്നത്. ഒരു കേരളീയ മുഖമുള്ള ഓടിട്ട വീടിന് ചേരുന്ന ഒരു കിണർ തന്നെ. ഇന്റർലോക്കിംഗ് മഡ് ബ്ലോക്സ് ഉപയോഗിച്ചാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ സാധാരണ ചുടുകട്ടയെ അപേക്ഷിച്ച് കോസ്റ്റ് ഇഫക്റ്റീവ് ആണ് എന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നിർമ്മാണ രീതി തിരഞ്ഞെടുത്തത്. 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും. ഒന്ന്, കട്ടകൾക്ക് വലുപ്പം കൂടുതലാണ്. അപ്പോൾ ഏരിയ വൈസ് നോക്കുമ്പോൾ കുറച്ച് കട്ടകൾ മതി. കോസ്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ ചുടുകട്ടയെക്കാട്ടിൽ ചീപ്പർ തന്നെയാണ് ഈ കട്ട. രണ്ടാമത്തെ പ്രധാന പ്രയോജനം എന്ന് പറയുന്നത് ഇത് ഇന്റർലോക്കിംഗ് മാതൃകയിലായതുകൊണ്ട് ചാന്ത് ആവശ്യമില്ല. അപ്പോൾ മണലും സിമെൻറ്റും ഒന്നും വേണ്ടി വരുന്നില്ല. ലിൻഡൽ ആൻഡ് ബീം കൺസ്ട്രക്ഷനും അതുപോലെ ഈ കോർണേഴ്സിൻ്റെ പ്ലാസ്റ്ററിങ്ങും ഇതിന് മാത്രമാണ് മണലും സിമെൻറ്റും ആവശ്യമായി വരുന്നത്. ഒരു ശരാശരി ഉറപ്പുള്ള മണ്ണിൽ ചെയ്യുന്നത് പോലെയുള്ള സാധാരണമായ ഫൗണ്ടേഷൻ വർക്ക് മാത്രമാണ് കരിങ്കല്ലിൽ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇന്റർലോക്കിംഗ് മഡ് ബ്ലോക്കുകളുടെ മറ്റൊരു പ്രധാന പ്രയോജനം ഇതിൻ്റെ കൂളിംഗ് ഇഫക്റ്റാണ്. ചുടുകട്ടയെ അപേക്ഷിച്ച് വീടിനുള്ളിൽ താപനില കുറയ്ക്കാൻ ഇന്റർലോക്കിംഗ് മഡ് ബ്ലോക്കുകൾ കൊണ്ട് സാധിക്കും. മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഫിനിഷിംഗ് ആണ്. ഇത് എക്സ്പോസ്ഡ് ആയിട്ട്, അതായത് ഇന്റർലോക്കിംഗ് മഡ് ബ്ലോക്കിൻ്റെ സ്വാഭാവികമായ ആ ഒരു ഫിനിഷിൽ വേണമെങ്കിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ഇനി അതല്ല പെയിൻറ്റ് ഫിനിഷാണ് നമുക്ക് വേണ്ടതെങ്കിൽ ഇതിൽ പ്രൈമർ അടിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് വേണ്ട നിറത്തിൻ്റെ സ്റ്റെയിനർ ചേർത്ത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കോട്ട് പെയിൻറ്റിങ് മതി. അപ്പോൾ പെയിൻറ്റിങ്ങിലും നമുക്ക് ചിലവ് ചുരുക്കാൻ സാധിക്കും. ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെയധികം കോസ്റ്റ് എഫക്റ്റീവായി ചെയ്തിട്ടുള്ള ഒരു വീടാണിത്. ഇൻ്റർലോക്ക് ബ്രിക്സ് ഉപയോഗിച്ചാണ് ഇതിൻ്റെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഫൗണ്ടേഷൻ വർക്ക് സാധാരണ RR മേസൺറിയാണ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഇൻസൈഡൊക്കെ വരുന്നത് മാക്സിമം സിമെൻറ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ജിപ്സം പ്ലാസ്റ്ററിങ് ഉപയോഗിച്ചിരിക്കുന്നു. RCC റൂഫിംഗ് ഒഴിവാക്കി സ്റ്റീലിൻ്റെ സ്ട്രക്ചർ കൊടുത്ത് നമ്മൾ ടൈൽ റൂഫിംഗാണ് കൊടുത്തിരിക്കുന്നത്. ഇത് മാക്സിമം കോസ്റ്റ് കുറച്ചെടുത്ത ടൈലാണ്. സെക്കൻഡ് ടൈൽ ഒരു 4 രൂപ റേറ്റിലെടുത്തിട്ട് പെയിൻറ്റ് ചെയ്ത് കയറ്റിയിട്ടുള്ളൊരു സ്ട്രക്ചറാണ് ഇതിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നത്. റൂഫിംഗ് സ്റ്റീൽ ട്രസ് ഉപയോഗിച്ച് MP ടൈൽ റൂഫിംഗ് കൊടുത്തത് കാരണം സാധാരണ ചെയ്യുന്ന റൂഫിങ്ങിനേക്കാൾ 30% 30% കോസ്റ്റ് കുറഞ്ഞാണ് ഈ സ്ട്രക്ചറിന് വന്നിരിക്കുന്നത്.
വളരെ സ്വാഭാവികമായ ലാൻഡ്സ്കേപ്പിംഗ് എലമെൻറ്റ്സ് ആണ് ഈ പ്ലോട്ടിലുള്ളത്. തെങ്ങുകളൊക്കെ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. അതിനു ചുറ്റും ഇപ്പോഴത്തെ നമ്മുടെ വീടുകളിലൊന്നും കാണാറേ ഇല്ലാത്ത വളരെ നല്ല പൂച്ചെടികൾ വെച്ചിരിക്കുന്നു. വാടാമല്ലിയും ബോൾസവും അങ്ങനെ. ഇനി വീടിനുള്ളിലേക്ക്. കേരളീയമായ ശൈലിയിലുള്ള ഒരു പൂമുഖമാണ് ഈ വീടിൻ്റേത്. കയറി വരുന്ന പടികളുടെ അവിടെ സോപാനം മാതൃകയിൽ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് കോൺക്രീറ്റിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ പടിയുടെ ഇരുവശവുമായി സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത് ഇൻബിൽറ്റ് ആയിട്ട് തന്നെയാണ്. വിട്രിഫൈ ടൈൽസ്, ഫ്ലോറിൽ വന്നിട്ടുള്ള ടൈൽസ് തന്നെ ഉപയോഗിച്ച് ഇരിപ്പിടം തയ്യാറാക്കിയിരിക്കുന്നു. ഈ തൂണുകളും നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഗൃഹനിർമ്മാണ ശൈലിയെ ഓർമ്മിപ്പിക്കുന്നതാണ്. അത് ചെയ്തിരിക്കുന്നത് ഫെറോ സിമെൻറ്റിലാണ്. അതുപോലെ പൂമുഖ വാതിലിലേക്ക് വന്നു കഴിഞ്ഞാൽ വാതിലും അതുപോലെ ജനാലകളുടെ ഷട്ടറും തടിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിന് ചുറ്റുമുള്ള കട്ടിള വന്നിരിക്കുന്നത് കോൺക്രീറ്റിലാണ്. പക്ഷേ ഇത് രണ്ടും ഒരേപോലത്തെ ഒരു പെയിൻറ്റ് ഫിനിഷിൽ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ മെറ്റീരിയൽ വ്യത്യാസം നമുക്ക് തൊട്ടടുത്തു നിന്ന് നോക്കിയാൽ പോലും മനസ്സിലാവില്ല. ഏതായാലും 555 സ്ക്വയർ ഫീറ്റുള്ള ഒരു കൊച്ചു വീടിന് ഇത്രയും ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ഉണ്ട് എന്നുള്ളത് എന്നെ വിസ്മയിപ്പിക്കുന്നു. ഇനി വീടിനുള്ളിലേക്ക് പോകാം. ഒരു നീളമുള്ള ഹാളിലേക്കാണ് നമ്മൾ പ്രധാന വാതിൽ തുറന്ന് കയറി വരുന്നത്. സാധാരണ വീടുകളെ അപേക്ഷിച്ചുള്ള ഒരു ചെറിയ വ്യത്യാസം ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ഡൈനിങ് അറേഞ്ച്മെൻ്റ് ആണ് നമ്മൾ കയറി വരുമ്പോൾ തന്നെയുള്ളത്. അപ്പോൾ ഒരു ഡൈനിങ് കം ലിവിങ് എന്നുള്ള കോൺസെപ്റ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ചെറിയ സ്ഥലമായതുകൊണ്ട് തന്നെ ഒരുപാട് ഇരിപ്പിടങ്ങളിട്ട് കുത്തി നിറയ്ക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ സ്പേസ് എംറ്റി ആയിട്ട് കിടന്നു കഴിഞ്ഞാൽ അത്രയും കൂടുതൽ സ്പേസ് വോളിയം നമുക്ക് ഫീൽ ചെയ്യും. പ്രസ് വർക്ക് ചെയ്തിരിക്കുകയാണ് റൂഫെന്ന് നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ. അപ്പോൾ അത് ഉള്ളിൽ ദൃശ്യമാകാത്ത രീതിയിൽ നല്ല വുഡൻ ഫിനിഷുള്ള ഒരു ഫൈബർ ബോർഡ് എന്ന് പറയുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് സീലിംഗ് ഇവിടെ കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശരിക്കും വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ലുക്കാണ് ഈ മെറ്റീരിയൽ കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ ചുവരുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻ്റർലോക്കിംഗ് മഡ് ബ്ലോക്സിൻ്റെ ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഫിനിഷ് അല്ല ഉള്ളിൽ കൊടുത്തിരിക്കുന്നത്. പുറത്ത് ചുവരിൽ നമ്മളത് കണ്ടു, പെയിൻറ്റ് കൊടുത്തിട്ടുള്ള നാച്ചുറൽ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അകത്തേക്ക് വന്നപ്പോൾ പ്ലാസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ജിപ്സം പൗഡർ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ പ്ലാസ്റ്ററിങ് ചെയ്തിരിക്കുന്നത്. ഇതിന് സ്ക്വയർ ഫീറ്റിന് 27 രൂപ മാത്രമാണ് ചിലവ് വരുന്നത്, അതായത് മെറ്റീരിയൽ കോസ്റ്റ് അടക്കം. അപ്പോൾ ജിപ്സം പൗഡർ മേടിച്ച് അതിൻ്റെ ലേബർ ഇത് ചെയ്ത് വരാനുള്ള ചിലവെന്ന് പറയുന്നത് സ്ക്വയർ ഫീറ്റ് വെറും 27 രൂപയാണ്. ഇപ്പോൾ ഈ വീടിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻറ്റീരിയർ ഫുള്ളും പ്ലാസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ എൻറ്റയർ ജോലി ചെയ്യാൻ വേണ്ടി വന്നത് 2 പണിക്കാർ മാത്രമാണ്. അത് 3 ദിവസം കൊണ്ട് ഇതിൻ്റെ പണി പൂർണ്ണമായും ചെയ്തു തീർത്തു. അപ്പോൾ സ്വാഭാവികമായും ലേബർ കോസ്റ്റ് കുറഞ്ഞു, അതുകൊണ്ട് തന്നെ മുഴുവനായുള്ള കോസ്റ്റും കുറഞ്ഞു. കോസ്റ്റ് ഇഫക്റ്റീവായ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ മാതൃകയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണിത്. ഇത് സ്ട്രക്ചറിൻ്റെ ഭാഗമായി തന്നെ ഒരു ഫ്രെയിം പോലെ ചെയ്തിരിക്കുന്നു. അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി നല്ല ഗോൾഡൻ ഷെയ്ഡിലുള്ള ഒരു പെയിൻറ്റ് ഉപയോഗിച്ചിരിക്കുന്നു. എന്നിട്ട് അതിനുള്ളിൽ കൊടുത്തിരിക്കുന്ന പിക്ചർ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ നോർമലായിട്ടുള്ള ഫ്ലെക്സ് പ്രിൻറ്റിംഗ് ആണ്. അപ്പോൾ അതാണ് ഈ ഫ്രെയിമിനുള്ളിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ശരിക്കും നല്ലൊരു ആർട്ട് വർക്കിൻ്റെ ഒരു ഗാംഭീര്യം തന്നെ ലഭിച്ചിരിക്കുന്നു. കയറി വരുമ്പോൾ ഉള്ള സ്പേസ് ലിവിങ് കം ഡൈനിങ് ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഈ സ്പേസിന് ഇത്രയും വോളിയം തോന്നാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടാം ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഡബിൾ ഹൈറ്റ് ആണ് എന്നുള്ളതാണ്. വോളിയം കൂടുതൽ തോന്നുന്നതിനോടൊപ്പം വീടിൻ്റെ ഉള്ളിലെ താപനില കുറയ്ക്കുന്നതിനും ഈ ഒരു സജ്ജീകരണം സഹായകമാകുന്നുണ്ട്. വീടിൻ്റെ എലിവേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടിരുന്നു കളേർഡ് ഗ്ലാസും അതുപോലെ ഗ്രില്ലും ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു വീടിൻ്റെ 3rd ലെവലിൽ. ആ ഗ്രില്ലും കളേർഡ് ഗ്ലാസും നമുക്ക് ദൃശ്യമാകുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഒരു കോർട്ട്യാർഡ് ഇഫക്റ്റാണ് ശരിക്കും ഈ സ്പേസിന് വരുന്നത്. അപ്പോൾ മുകളിൽ നിന്ന് ധാരാളമായിട്ട് വായുവും വെളിച്ചവും ഉള്ളിലേക്ക് കടന്നു വരും, എന്നാൽ വെള്ളം കയറുമെന്നുള്ള പ്രശ്നം ഇല്ലാതാണ്. ഈ ഹാളിൻ്റെ ഒരു മൂലയിലായിട്ട് ഒരു ചെറിയ വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകാൻ എളുപ്പമാണ് ആക്സസിന്. പിന്നെ ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നത് ഒരു ഇളം ക്രീം നിറത്തിലുള്ള വിട്രിഫൈഡ് ടൈൽസാണ്. വളരെ ലളിതവും സുന്ദരവുമായ ഒരു ബെഡ്റൂമാണിത്. ഇളം നിറമുള്ള ചുവരുകളാണ്, അതിനൊപ്പം കോൺട്രാസ്റ്റായി നിൽക്കുന്ന കേർട്ടനും ബെഡ്ഷീറ്റും. സത്യത്തിൽ അത് മാത്രമാണ് ഒരു ഇൻറ്റീരിയർ ഡിസൈൻ എലമെൻറ്റ് എന്ന് പറയാനുള്ളത്. പക്ഷേ അതിൻ്റെ ആ ഒരു ലാളിത്യം, അതാണ് ഈ മുറിയുടെ സൗന്ദര്യവും. 8x10 ഈ മുറിയുടെ അളവ്, അതായത് 80 സ്ക്വയർ ഫീറ്റ്. പിന്നെ ഡ്രസ് വർക്ക് കാണാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് വെള്ള നിറമുള്ള ഫൈബർ ബോർഡ് വെച്ചിട്ട് ഇവിടെ കൺസീൽ ചെയ്തിട്ടുണ്ട്.
ബെഡ്റൂമിന് തൊട്ട് ചേർന്ന് തന്നെയാണ് അടുക്കള. അപ്പോൾ ഡൈനിങ് ഏരിയ ഇതല്ലേ, ഇങ്ങോട്ട് ഭക്ഷണം കൊണ്ടുവരാനുള്ള ഒരു സൗകര്യം. ഒരു സിംഗിൾ സൈഡ് കൗണ്ടറാണ് ഇവിടെ അടുക്കളയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ഒരു ചെറിയ സ്ക്വയർ സ്പേസ് ആണ്. അപ്പോൾ ഇവിടുത്തെ ഫ്ലോറിനെ ഒന്ന് ഡിമാർക്കേറ്റ് ചെയ്യാൻ ഒരു വുഡൻ ഫിനിഷുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. കറുത്ത നിറത്തിലുള്ള ഗ്രാനൈറ്റ് ആണ് കൗണ്ടറിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴെയായിട്ടും അതുപോലെ സൈഡിൽ ഓവർ ഹെഡ് എന്നുള്ള രീതിയിലും സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. അപ്പം അലൂമിനിയം ഫാബ്രിക്കേഷനും അതിൽ ഹൈലം ഷീറ്റും യൂസ് ചെയ്തിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു വുഡൻ ഫിനിഷുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ വശത്തേക്കായിട്ട് വർക്ക് ഏരിയയും ഉണ്ട്. അവിടെയാണ് സ്റ്റൗ ഒക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇൻ്റർലോക്ക് ബ്രിക്സ് ഉപയോഗിച്ച കാരണം വളരെയധികം മണലും സിമൻറ്റും ഒഴിവാക്കിയാണ് ഈ വീട് പണിതിരിക്കുന്നത്. അതിനാൽ ഒരു 30% സാധാരണ വീടിനേക്കാൾ കോസ്റ്റ് കുറഞ്ഞിരിക്കുന്നു. കോൺക്രീറ്റിൻ്റെ ഉപയോഗം കുറച്ചിരിക്കുന്നതിനാൽ വളരെയധികം മണലിൻ്റെ ലാഭവും അതോടൊപ്പം തന്നെ ലേബർ കോസ്റ്റും കുറഞ്ഞിരിക്കുന്നു. 555 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, പെയിൻറ്റിങ്, ഫ്ലോറിംഗ് എല്ലാ വർക്കും ഉൾപ്പെടെ 5 ലക്ഷം രൂപയാണ് കോസ്റ്റ്. കൂടാതെ 10% സൂപ്പർവിഷൻ ചാർജും ഈ വീടിന് വന്നിട്ടുണ്ട്. ഈ ഒരു കോർട്ട്യാർഡ് പോലെയുള്ള ഈ ഒരു സ്പേസിൻ്റെ ആ ഭാഗത്തായിട്ടാണ് ഇനിയുള്ള മുറികൾ. നമ്മൾ മുൻപേ കണ്ട ബെഡ്റൂമിൻ്റെ അതേ അളവിൽ അതേ മാതൃകയിൽ തന്നെയാണ് ഈ ബെഡ്റൂമും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഒരേ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഒരു അലമാരി കൂടി ഈ റൂമിനുള്ളിലെ സ്പേസിൽ വെച്ചിട്ടുണ്ട്. ഈ ബെഡ്റൂമിന് മുഖാമുഖമായി മറ്റൊരു മുറി കൂടിയുണ്ട്. അതിൻ്റെ ഒരു കണക്ഷനിലാണ് ഒരു ബാത്റൂം. പച്ച നിറം തീമാക്കിയാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. വെസ്റ്റേൺ ടോയ്ലറ്റ് ഒക്കെ കൊടുത്ത് വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു ബാത്റൂം തന്നെ ചെയ്തിരിക്കുന്നു. മൂന്നാമതൊരു മുറി കൂടിയുണ്ട്. ഇതൊരു ബെഡ്റൂമായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ ഇപ്പോൾ ഇതൊരു സ്റ്റഡി കം വർക്ക് സ്പേസ് ആയിട്ടാണ് ഇവർ ഉപയോഗിക്കുന്നത്. വെള്ളോടത്തിൽ വീട്ടിലെ വിമലാബായി ടീച്ചറും കൊച്ചുമക്കളും ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട്. വീട്ടിലേക്ക് സ്വാഗതം ടീച്ചർ. ഈ ഒരു വീടിന്റെ ആശയം എങ്ങനെയായിരുന്നു മനസ്സിൽ വന്നത്? ആദ്യം മുരളീധരൻ സാറിനെ കണ്ടതിന് ശേഷം ഇങ്ങനെ ഒരു 5 ലക്ഷം രൂപയ്ക്ക് ഒരു വീടെന്ന് പറയുകയായിരുന്നു, അതോ എങ്ങനെയായിരുന്നു? ഷിജിൻ മകന്റെ കുട്ടിയാണ്. അപ്പൊ അവനെ കൂട്ടുപിടിച്ച് ഞങ്ങൾ രണ്ടും കൂടെ ഇവിടെ 7.5 സെന്റ് സ്ഥലമുണ്ട്, അവിടെ ഒരു വീട് വെച്ച് താമസിക്കുക എന്നുള്ള ഒരു സ്വപ്നമായിരുന്നു. അങ്ങനെ എൻ്റെ ചെറിയ മകനോട് പറഞ്ഞ് ഞങ്ങളൊരു വീട് വെക്കാൻ മുരളി സാറിനോട് പറഞ്ഞു. അങ്ങനെയാണ് ഇതിന് രൂപം വന്നത്. അപ്പൊ ഈ 5 ലക്ഷം എന്നുള്ള തുക ടീച്ചറായിട്ട് മുരളീധരൻ സാറിനോട് പറഞ്ഞതാണോ, അതോ ഈ സൗകര്യങ്ങളൊക്കെ ഉള്ള വീട് 5 ലക്ഷത്തിന് ഞാൻ ചെയ്തുതരാമെന്ന് സാറ് പറയുന്നത് എങ്ങനെയാണ്? സാറ് പറഞ്ഞു തന്നതാണ്. അപ്പം എത്ര മുറി വേണം, അല്ലെങ്കിൽ എന്തൊക്കെ സൗകര്യങ്ങൾ വേണം എന്നൊക്കെ ടീച്ചർ തന്നെ പറഞ്ഞിരുന്നു. അപ്സ്റ്റെയർ ഇല്ലാത്ത ചെറിയൊരു വീട്, എനിക്ക് ഭാവിയിൽ കൊണ്ടു നടക്കാൻ പറ്റിയ ചെറിയൊരു വീട് മതി. കാണാൻ ഭംഗി വേണം, സൗകര്യം, എല്ലാ സൗകര്യത്തോടു കൂടിയ ഒരു വീട് വേണമെന്ന് പറഞ്ഞു. എത്ര നാളുകൊണ്ടാണ് വീട് പണി കഴിപ്പിച്ചത്? 1 വർഷം കൊണ്ട്. 1 വർഷം കൊണ്ട്. അപ്പം അതില് എല്ലാ പണിയും കഴിഞ്ഞു 1 വർഷം കൊണ്ട്. ടീച്ചറുടെ ഒരു നേരിട്ടുള്ള മേൽനോട്ടം ഉണ്ടായിരുന്നോ വീടിന്റെ പണിയുടെ കാര്യത്തിൽ, അതോ എങ്ങനെയായിരുന്നു? മുരളി സാറിന്റെ മേൽനോട്ടം ഉണ്ട്. പിന്നെ ഞാൻ ഇവിടെ അടുത്താണ് താമസിക്കുന്നത്. അപ്പം ഞാനും വരും, ഇടയ്ക്കൊക്കെ വരും. നേരത്തെ താമസിച്ചിരുന്നത് എവിടെയാണ്? മകന്റെ കൂടെ. അത് അടുത്ത് തന്നെയാണ്? അടുത്ത് തന്നെ. മകളാണ് ഇവിടെ ഉള്ളത്. അവര് രണ്ടുപേരും വേണ്ട ഹെൽപ്പൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. നേരത്തെ താമസിച്ചിരുന്ന വീടുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ എന്താണ് ഈ വീടിന്റെ ഒരു വ്യത്യാസം? കൊണ്ട് നടക്കാൻ എളുപ്പമാണ്. അടിച്ചു വാരി തുടച്ചു ദിവസം കൊണ്ട് നടക്കാൻ നല്ല സുഖമാണ്. പിന്നെ വലിയ ചൂടൊന്നുമില്ല, സുഖമാണ് താമസിക്കാൻ. സംതൃപ്തിയുടെ കാര്യത്തിൽ സംതൃപ്തിയാണ്. ഒരു ടീച്ചറുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ കൂടി ചോദിക്കുകയാണ്, 10ൽ എത്ര മാർക്ക് കൊടുക്കാം? 9 മാർക്ക്. 9 മാർക്ക് കൊടുക്കാൻ 10ൽ എന്നാണ് ടീച്ചർ പറയുന്നത്.
കേരളീയ ശൈലിയിൽ പണിതെടുത്ത ഒരു ഒറ്റ നില വീട്. പെയിന്റിങ്ങും ഇലക്ട്രിക്കൽ ആൻഡ് സാനിറ്ററി ഫിറ്റിംഗ്സ് അടക്കം ചെലവായത് വെറും 5 ലക്ഷം രൂപ. കേരളത്തിൽ വീട് പണിയുന്ന ഏതൊരു സാധാരണക്കാരനും മാതൃകയാക്കാവുന്ന ഒരു മികച്ച ആശയം.